ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വിഷു ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 3 മലയാളം സിനിമകളിൽ ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷകളോട് ഉറ്റുനോക്കിയ 2 സിനിമകളാണല്ലോ ആവേശം വർഷങ്ങൾക്ക് ശേഷം. 2 സിനിമകളും അഭിപ്രായങ്ങൾ കൊണ്ട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമകളാണ്. ഒപ്പം തന്നെ പ്രീസെയിൽ കളക്ഷൻ കൊണ്ടാണെങ്കിലും ബുക്കിംഗ് സ്റ്റാറ്റസിന്റെ റിപ്പോർട്ടിലാണെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലാണെങ്കിലും FT കളക്ഷന്റെ കാര്യത്തിലാണെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 സിനിമകൾക്കും പ്രത്യേക വിഭാഗത്തിലുള്ള ഫാൻസ് എല്ലാം തന്നെ ഉണ്ട് എന്നൊരു കാര്യത്തിൽ സംശയമില്ല. 2 സിനിമകളും FT കളക്ഷനിൽ മുന്നിട്ട് നിൽക്കണം, ഫൈനൽ കളക്ഷനിൽ മുന്നിട്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, ക്ലാഷ് വിന്നർ ആകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അങ്ങനെ ഒരു ആഗ്രഹം പ്രേക്ഷകർക്കിടയിൽ മാത്രമല്ല, 2 സിനിമകൾക്കിടയിലെ ഒരു സിനിമയിലെ പ്രധാന താരം ഇപ്പോഴത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞു, ക്ലാഷിൽ തൂക്കുമെന്നൊക്കെയാണ് ഇതിനോടൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. അത് മറ്റാരും തന്നെയല്ല, എന്തും ഓപ്പണായിട്ട് പറയുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ പ്രധാന നടൻ കൂടിയായ ധ്യാൻ ശ്രീനിവാസനാണ്. ആദ്യ ദിവസം തിയേറ്റർ വിസിറ്റിനെത്തിയ ധ്യാൻ ശ്രീനിവാസനാണ് ഇങ്ങനൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. 12 വർഷം മുൻപ് ഇതുപോലെ ഒരു പെരുന്നാൾ സമയത്ത് 2 പടങ്ങൾ ഇറങ്ങി, തട്ടത്തിൻ മറയത്തും ഉസ്താദ് ഹോട്ടലും. 2ഉം ഗംഭീര പടങ്ങളായിരുന്നു എന്നും അന്ന് നമ്മളാണ് തൂക്കിയത്, അതായത് തട്ടത്തിൻ മറയത്ത് എന്ന വിനീത് ശ്രീനിവാസൻ സിനിമയാണ് തൂക്കിയത്, അതുപോലെ ചരിത്രം ആവർത്തിക്കുമെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം ഇതിനോടൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. 2012 ഏകദേശം ഒരാഴ്ച ഇടവേളയ്ക്കിടയിൽ ദുൽഖറിന്റെ ഉസ്താദ് ഹോട്ടലാണെങ്കിലും ഒപ്പം തന്നെ നിവിൻ പോളിയുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്താണെങ്കിലും തിയേറ്ററുകളിലേക്ക് എത്തിയത്. അന്ന് വലിയ രീതിയിൽ തരംഗമായ സിനിമകളാണ് 2 സിനിമകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കൂട്ടത്തിൽ കൂടുതൽ തരംഗമായത് തട്ടത്തിൻ മറയത്തായിരുന്നു. പിന്നീടായിരുന്നു ഉസ്താദ് ഹോട്ടൽ TV ചാനലുകളിലെല്ലാം തന്നെ സംപ്രേഷണം ചെയ്ത് വലിയൊരു റിപ്പീറ്റ് വാല്യൂ എല്ലാം തന്നെ നേടിയെടുത്തത്. എന്തായാലും 2 സിനിമകളും അന്ന് ഓളമുണ്ടാക്കിയ സിനിമകൾ തന്നെയായിരുന്നു. എന്നാൽ ക്ലാഷിൽ വിജയിച്ചത് തട്ടത്തിൻ മറയത്ത് എന്ന നിവിൻ സിനിമയായിരുന്നു. ഇപ്പോഴത്തെ അതാണ് ധ്യാൻ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ആവേശം ക്ലാഷിൽ ഓർത്തെടുക്കുന്നത് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അഭിമുഖങ്ങളിലും മറ്റും എന്തും ഓപ്പണായിട്ട് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ഒരേ ദിവസം റിലീസ് ചെയ്ത 2 സിനിമകളെ പറ്റി ഇങ്ങനൊരു അഭിപ്രായം പറയേണ്ടതില്ല എന്നൊരു അഭിപ്രായമെല്ലാം തന്നെ പല കമന്റ് ബോക്സിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആവേശം എന്ന സിനിമയെ തൂക്കിയടിക്കുമെന്നാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ പ്രധാന റോളിലെത്തിയ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. നിലവിൽ FT കളക്ഷന്റെ കാര്യത്തിൽ ആവേശം എന്ന സിനിമയായിരുന്നു മുന്നിൽ. ഇനി ഫൈനൽ കളക്ഷന്റെ കാര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷം മുന്നിലെത്തുമോ എന്നൊക്കെയാണ് നാം ഉറ്റുനോക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വർഷങ്ങൾക്ക് ശേഷം ഈദ് വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ വിന്നറാകുമെന്ന് തോന്നുന്നുണ്ടോ? താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. കാത്തിരിക്കൂ, ക്ലാഷ് വിന്നർ ആരാണ് എന്ന് അറിയാനായിട്ട്.